ഭക്തവാത്സല്യത്തിൻ്റെ പ്രതീകമായി ഇന്നും നിലകൊള്ളുന്ന, ഭക്തനു വേണ്ടി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയ ഉണ്ണിക്കണ്ണൻ്റെ കഥ പറയുന്ന ഉടുപ്പി ക്ഷേത്രം. ആ ക്ഷേത്രവിശേഷങ്ങൾ നമുക്കിന്നൊന്ന് കണ്ടാലോ? വീഡിയോ ഇത്തിരി നീളമുള്ളതാണ്, പക്ഷേ നിങ്ങൾ ഇതുവരെ കാണാത്ത ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് കാണാൻ എന്നോടൊപ്പം സഞ്ചരിക്കുമെന്ന് കരുതുന്നു. എല്ലാവർക്കും അമ്മൂസ് ട്രാവലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നവംബർ 21-നാണ് ഞങ്ങൾ യാത്ര തുടങ്ങുന്നത്. രാജധാനി എക്സ്പ്രസ് കാത്ത് തൃശ്ശൂർ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. രാവിലെ യാത്ര കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഞങ്ങളുടെ ബോഗി സ്റ്റേഷനിൽ നിന്നും കുറേ ദൂരെയാണ് നിന്നത്. അതുകൊണ്ട് ഇനി സ്റ്റേഷനിലെത്താൻ കുറച്ച് ദൂരം കൂടി നടക്കണം. ഞാനിതാ ഉടുപ്പി സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി മൂകാംബികയിലേക്ക് പോവുകയാണ് ലക്ഷ്യം. ഇവിടെ ഉടുപ്പി കൃഷ്ണ ഭഗവാനെ കണ്ടതിന് ശേഷം മൂകാംബികയിലേക്ക് പോകുന്നതായിരിക്കും. ഷോപ്പ് കയറി വരികയാണ്. സ്റ്റേഷൻ്റെ കാഴ്ചകൾ നിങ്ങൾക്കൊന്ന് മുൻപിൽ ഒന്ന് കാണിക്കാമെന്ന് കരുതിയാണ് ഇതെല്ലാം നിങ്ങൾക്ക് കാണിക്കുന്നത്. പ്രധാന ലക്ഷ്യം നമ്മുടെ ക്ഷേത്രം തന്നെയാണ് കേട്ടോ. എങ്കിലും അവിടേക്ക് പോകുന്ന വഴി കൂടി നിങ്ങൾക്ക് മുന്നിലെത്തിക്കാമെന്ന് കരുതിയാണ് ഞാനിതെല്ലാം കാണിക്കുന്നത്. ഇതാണ് ഉടുപ്പി സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. സ്റ്റേഷന് മുൻവശത്ത് തന്നെ ഒരു ശ്രീകൃഷ്ണ പ്രതിമ നമ്മളെ സ്വാഗതം ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ഒരു ഓട്ടോയിൽ കയറി. ഇതാണ് ഉടുപ്പി നഗരക്കാഴ്ചകൾ. ഒരു ആശ്രമാന്തരീക്ഷത്തിലാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 13-ാം നൂറ്റാണ്ടിൽ വൈഷ്ണവ മത സന്യാസിയായിരുന്ന ജഗദ്ഗുരു മധ്വാചാര്യർ ആണ് ഗോപീചന്ദനത്തിൽ ശ്രീകൃഷ്ണ പ്രതിമ പ്രതിഷ്ഠിച്ചത് എന്ന് പറയപ്പെടുന്നു. മഠങ്ങളുടെ കീഴിലാണ് ഇപ്പോൾ ഈ ക്ഷേത്ര സമുച്ചയം. ഓരോ 2 വർഷം കൂടുമ്പോഴും നടക്കുന്ന പര്യായ എന്ന ഉത്സവത്തിൽ ക്ഷേത്രത്തിൻ്റെ ചുമതല ഓരോ മഠങ്ങൾക്കുമായി കൈമാറപ്പെടും. ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പുറംതിരിഞ്ഞിരിക്കുന്നതിന് പിന്നിൽ മനോഹരമായ ഒരു ഐതിഹ്യമുണ്ട്. അത് ഞാൻ വഴിയെ പറയുന്നതാണ്. അതിനിടയിൽ നമുക്ക് ഈ ദൃശ്യങ്ങളെല്ലാം കാണാം. ഇവിടെ തന്നെ എല്ലാവർക്കും കൃഷിയുള്ള സ്ഥലമുണ്ട്. ശ്രീകൃഷ്ണധാമ ഗസ്റ്റ് ഹൗസ്. ശ്രീകൃഷ്ണധാമ വലിയൊരു ഗണപതിയുടെ വിഗ്രഹമുണ്ട് അവിടെ. സൈഡ് ഒരു ഗണപതിയുടെ ചേച്ചിയുണ്ട്. ഇതാണ് ഗീതാ മന്ദിർ. ലഡു ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പലതരം ലഡുവിൻ്റെ കട്ടൗട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ ലഡുവിൻ്റെ കട്ടൗട്ട്. ഞങ്ങളിവിടെ ഒരു റൂമെടുത്തു. ഫ്രഷായതിനു ശേഷം ക്ഷേത്ര ദർശനം നടത്താമെന്ന് വിചാരിച്ചു. രാവിലെ 4:30 മുതൽ രാത്രി 9:30 വരെ ക്ഷേത്രം തുറന്നിരിക്കും. അപ്പോൾ ഇനി ക്ഷേത്ര കാഴ്ചകളെല്ലാം കാണാം. ശ്രദ്ധിച്ച് കണ്ടുകൊണ്ട് പോകാം നമുക്ക്. ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി. ക്ഷേത്രത്തിലേക്ക് കയറി ചുറ്റി വരുന്നതിനിടയിൽ നമുക്ക് ഈ ക്ഷേത്രക്കുളമെല്ലാം കാണാം. ക്ഷേത്രക്കുളത്തിൽ മനോഹരമായ കുറേ ശില്പങ്ങളുണ്ട്. അവിടെ നിന്നും പുറത്തുള്ള കാഴ്ചകളും കാണാം. ധാരാളം കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം ശ്രദ്ധിച്ച് കാണുക.
വളരെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം. കീർത്തനങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. വിറക് വെച്ചേക്കുന്നത് തന്നെ ഒരു പ്രത്യേക ഈ കാഴ്ചകൾ കാണുന്നതിനിടയിൽ ഭഗവാൻ പിന്തിരിഞ്ഞിരിക്കുന്നതിനുള്ള ഐതിഹ്യം കേട്ടാലോ. ദക്ഷിണേന്ത്യയിലെ മധുര എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. കൃഷ്ണ നീ ബേഗേനെ ബാരു. ഈ കീർത്തനം കേൾക്കാത്ത ഒരാളും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ കീർത്തനം രചിച്ചത് ഈ ക്ഷേത്രത്തിൽ വെച്ചാണെന്ന് പറയപ്പെടുന്നു. ഭക്തകവിയും സംഗീതജ്ഞനുമായ കനകദാസൻ എന്ന ആ മഹാൻ ഈ ക്ഷേത്രത്തിലെത്തി. അബ്രാഹ്മണനായ അദ്ദേഹത്തെ ക്ഷേത്രത്തിനകത്ത് കയറ്റാൻ അന്നത്തെ അധികാരികൾ സമ്മതിച്ചില്ല. അതീയ വേർതിരിവ് വളരെ പ്രബലമായിരുന്ന ആ കാലത്ത് ക്ഷേത്രത്തിൽ കടക്കാനാകാതെ അദ്ദേഹം വളരെ സങ്കടത്തോടുകൂടി കൃഷ്ണ കീർത്തനങ്ങൾ പാടി കനകദാസൻ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വളരെ നാളുകൾ കഴിച്ചുകൂട്ടി. ഓരോ ദിവസം കഴിയും തോറും കണ്ണനെ കാണുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കൂടിക്കൂടി വന്നു. ഒരു ദിവസം സങ്കടം സഹിക്കാതെ അദ്ദേഹം പാടി, കൃഷ്ണ നീ വേഗം വേഗം വരൂ, ആ തിരുമുഖദർശനം തരൂ. കുഞ്ഞു വായ്ക്കുള്ളിൽ ഈ സർവപ്രപഞ്ചവും കാണിച്ചു കൊടുത്ത കണ്ണ, ഈ ജഗത്തിനെ ഉദ്ധരിക്കുന്ന നിനക്ക് എൻ്റെ മുന്നിൽ ഒന്ന് വരാൻ എന്താണ് പ്രയാസം, എന്നിട്ടും നീ എന്താണ് വരാത്തത് എന്ന് പാടിയതും ആ ഭക്തൻ പൊട്ടിക്കരഞ്ഞുപോയി. ഭക്തൻ്റെ സങ്കടം കണ്ട് തളർന്ന കണ്ണൻ പുറകിലേക്ക് തിരിഞ്ഞ് തൻ്റെ കയ്യിലുള്ള മത്തുകൊണ്ട് ചൂരിൽ ദ്വാരങ്ങളുണ്ടാക്കി കനകദാസർക്ക് ദർശനം നൽകി എന്നാണ് ഐതിഹ്യം. പവൻ വൃന്ദാവൻ ഞങ്ങൾ നടന്നു വന്ന വഴിയാണ് മോള് കാണുന്നത് കേട്ടോ. ഇവിടെ എന്തുണ്ട് ചേട്ടാ? ഇതാണ് പാവന വൃന്ദാവനം. വൃന്ദാവന കാഴ്ചകളാണ് ഇവിടെ ഈ ശില്പങ്ങളിൽ കൊത്തിവെച്ചിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു. പവന വൃന്ദാവനം. അങ്ങോട്ട് നിൽക്കുക. ഞാൻ പവന വൃന്ദാവനത്തിൽ നിൽക്കുന്ന രണ്ട് ഗോപികമാരെ ഞാൻ കാണിക്കുന്നു.
കൃഷ്ണ ഉടുപ്പി കൃഷ്ണ. ആ കൊടുക്കാം കൊടുക്കാം. ചേച്ചി പാത്രം ഇവിടെ കൊടുക്കണം. ഇല്ലോടോ ഒക്കെ തന്നു. ഇനിയില്ലോ ഇനിയില്ലോ എൻ്റെ കയ്യിൽ തന്നു. അവസാൻ എന്താണ് പ്രശ്നം? ഹോട്ടൽ കയറി ഉടുപ്പി ശ്രീകൃഷ്ണക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ് ഞാൻ. നല്ല ദർശനം കിട്ടി. ഗോശാലയിൽ പോയി ഗോക്കൾക്ക് ഭക്ഷണം കൊടുത്തു. അതൊക്കെ ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഒരിക്കലെങ്കിലും വന്നാൽ അത് ഒരു അനുഗ്രഹമായിട്ട് കരുതുക. അമ്പലത്തിലെ പരമാവധി കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വലിയൊരു ഹോൾ കണ്ടു. അതാണിത്. ഗീതാപാരായണം നടക്കുന്ന സ്ഥലമാണിത്. ബൃഹത് ഗീതോത്സവ് 2024. 1 കോടി ഗീത വിതരണം ചെയ്യണമെന്നും പറഞ്ഞ് എല്ലാ സ്ഥലത്തും ഭഗവത്ഗീതയുടെ കോപ്പികൾ വെച്ചിരിക്കുന്നത് കണ്ടു. ഇവിടുത്തെ പല ഉത്സവങ്ങളിൽ ഗീതാ ജയന്തിയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഗീതാപാരായണത്തിൻ്റെ സ്ഥലമാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലുള്ള വിശ്വഗീതാപാരായണ ഹോളാണിത്. ഇവിടെയാണ് ഗീതാപാരായണവും ഗീതാ മഹാത്മ്യത്തിൻ്റെ പരിപാടികളൊക്കെ നടക്കാറുള്ളത്. ഇന്നിവിടെ ഒരു പരിപാടി ഇല്ല. ഇവിടെ ക്ലീനിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയൊരു ഹോള്. ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു അനുഭൂതി നമുക്ക് അനുഭവപ്പെടും. ദശാവതാരം കുത്തിവെച്ചിട്ടുണ്ട്. പുറത്തൊരു ശംഖാണ്. അവിടെ പുറത്തൊരു വലിയ ശംഖുണ്ട്. പിന്നെ അവിടെ അത് ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തരാം കാഴ്ചകൾ.
ഇനി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്തുള്ള വഴികളാണിത്. തൈര് കടയുന്ന കോല്, അതായത് മത്ത് പിടിച്ച് നിൽക്കുന്ന ശ്രീകൃഷ്ണനാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞുവല്ലോ. ഓടക്കുഴലും കടകോലും എല്ലാം മിക്ക കടകളിലും കണ്ടു. അങ്ങനെ ഞങ്ങളിതാ പടിഞ്ഞാറ് നടയിലെത്തിയിരിക്കുന്നു. അവിടെയാണ് ഈ രഥങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കനകദാസൻ താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ചെറുകുടിലിൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ ഒരു ഗോപുരം പണിതിരിക്കുന്നത്. അത് കനകന മന്ദിരം എന്നറിയപ്പെടുന്നു. ഭഗവാന് ദർശനം കൊടുത്തു എന്ന് പറയുന്ന കനകനക്കിണ്ടിയും ഇവിടെയാണ്. കനകന മന്ദിരത്തിൽ ഇപ്പോൾ അഖിലനാമയജ്ഞം നടന്നുകൊണ്ടിരിക്കുന്നു. പണ്ട് അയിത്തം പറഞ്ഞ് അകറ്റി നിർത്തിയിരുന്നുവെങ്കിലും ഇന്ന് ജാതീയമായ വകതിരിവുകൾ ഇവിടെയില്ല. വിദേശികൾക്കും ഈ അമ്പലത്തിൽ പ്രവേശനമുണ്ട്. ഈ ക്ഷേത്രത്തിന് ചുറ്റും വേറെയും ക്ഷേത്രങ്ങളുണ്ട്. അതിൽ തൊട്ടടുത്തുള്ള അനന്തലിംഗേശ്വര ക്ഷേത്രത്തിലും ഞങ്ങൾ പോയി. ആ ക്ഷേത്രക്കാഴ്ചകൾ അടുത്ത ലക്കത്തിൽ ഞാൻ കാണിക്കുന്നതാണ്. വെയിലിന് നല്ല ചൂടുണ്ട്, എങ്കിലും ഇതെല്ലാം കാണുമ്പോൾ അതെല്ലാം മറക്കുകയാണ്. മനോഹരമായ കൊത്തുപണികളോടുകൂടിയ രഥം, ഗോപുരം എല്ലാം മനോഹരങ്ങൾ തന്നെ. കുറേ മലയാളി കുടുംബങ്ങളെ ഇവിടെ വെച്ച് കണ്ടു. ക്ഷേത്ര പരിസരത്ത് എപ്പോഴും നാമജപം കേൾക്കുന്നുണ്ട്. വെയിലില്ലെങ്കിൽ കീർത്തനവും കേട്ട് ഈ ചുറ്റുവട്ടത്തൊക്കെ കറങ്ങി നടക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ നല്ല വെയിലാണ്, അതുകൊണ്ട് എല്ലാവരും വേഗം തിരക്കിട്ട് ഓടുകയാണ്. നല്ല ഉയരത്തിലുള്ള ഒരു ഗജമരം കണ്ടു, അതായത് കൊടിമരം. തേരും കാണാൻ നല്ല രസമാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള തേര്. അങ്ങനെ ഞങ്ങൾ നടക്കുമ്പോഴാണ് പാലക്കാട്ടിലെ ഒരു കുടുംബത്തെ കണ്ടുമുട്ടിയത്. അവരാണ് ഒരു കാര്യം കാണിച്ചു തരാമെന്നുമായിട്ട് ഞങ്ങളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയത്. ആ കാഴ്ച മനോഹര കാഴ്ചയാണ്. ഇതിനെപ്പറ്റി ഞാൻ അടുത്ത ലക്കത്തിൽ കൂടുതൽ പറയാം. ഇപ്പോൾ ഒരു ചെറിയ ദൃശ്യം കാണിച്ചു തരാം. അപ്പോൾ അതെന്താണെന്ന് എല്ലാവരും എത്തിച്ചു നോക്കണ കണ്ടില്ലേ? അതപ്പോൾ എന്താണെന്നുള്ളത് അടുത്ത ലക്കത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ അനന്തപുരം ക്ഷേത്രത്തിൻ്റെ പരിസരം. ആ അമ്പലത്തിലും ദർശനം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും കിഴക്കേ നടയിലെത്തി. വീണ്ടും അന്നദാനം നടത്തുന്ന ഹാളിലെത്തി. ആദ്യം വിളമ്പിയത് ഒരു ഇളം മധുരമുള്ള പായസം പോലെയുള്ള വിഭവമായിരുന്നു. പിന്നെ ചോറും സാമ്പാറും സംഭാരവും അച്ചാറും. ഇതാണ് കേട്ടോ സത്രത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള വഴി. നല്ല വീതിയുള്ള റോഡാണ്. സത്രത്തിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. രാവിലെ വരുമ്പോഴൊന്നും ശ്രദ്ധിച്ച് നോക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് സത്രത്തിൻ്റെ പണികൾ കാണുന്നത്. ഈ ശ്രീകൃഷ്ണ മഠത്തിന് ഈ ക്ഷേത്രവുമായി നല്ലൊരു ബന്ധമാണുള്ളത്. ലിഫ്റ്റിൽ കയറി റൂമിലേക്ക് നടക്കുമ്പോഴാണ് ഞാൻ താഴത്തെ ഈ കാഴ്ച കണ്ടത്. നോക്കിയപ്പോൾ ലഡു കൂട്ടിയിട്ടേക്കാണ് ഇവിടെ, കണ്ടില്ലേ? അത് കഴിഞ്ഞ് റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ വീണ്ടും തിരിച്ച് ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഞങ്ങൾ മൂകാംബിയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ അതിന് ട്രെയിൻ കാത്തിരിക്കുകയാണ് ഞങ്ങളിവിടെ. 3:15 വരേണ്ട ട്രെയിൻ 4 മണിയായിട്ടും എത്തിയിട്ടില്ല. ഇന്നലെ രാത്രിയിൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തുടങ്ങിയ യാത്ര ഇനി മൂകാംബിയിലേക്കാണ്. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിച്ചിട്ടില്ല, എങ്കിലും തൽക്കാലം ഞാൻ നിർത്തുന്നു. ഈ കാഴ്ചകൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സഹകരണം എനിക്ക് ഏറെ വിലപ്പെട്ടതാണെന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളുമായി നിങ്ങൾക്ക് മുമ്പിലെത്തുന്നത് വരേക്കും നമസ്കാരം പറയുന്നു. സസ്നേഹം, നിങ്ങളുടെ PM കോങ്ങാട്ടിൽ അമ്മു.